നമസ്കാരം. ഡൽഹിക്ക് സമാനമായ അവസ്ഥയിലേക്ക് കേരളം പോകുന്നു എന്നാണ് സൂചന. കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അതാണ്. മദ്യനയക്കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. താൻ രാജിവെക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. ജയിലിൽ നിന്ന് ഭരിക്കും എന്നൊക്കെയായിരുന്നു കേജ്രിവാൾ അറസ്റ്റിലായ ആദ്യ നാളുകളിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷം ഡൽഹിയിലെ കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ട ഫയലിൽ ജയിലിൽ വെച്ച കേജ്രിവാൾ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു സർക്കാരിന് ജയിലിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് താൻ ഉറപ്പു നൽകിയതായി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇത് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ മുന്നോടിയായിരിക്കാനാണ് സാധ്യത. എന്നാൽ ഇങ്ങനെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരികയാണെങ്കിൽ അതിനു പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമായിരിക്കും ഉള്ളതെന്നും ഒരു ജനപ്രതിനിധി കുറ്റക്കാരനാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ കഴിയുള്ളൂ എന്നുമാണ് ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി പ്രതികരിച്ചത്. അരവിന്ദ് കെജ്രിവാൾ സ്വന്തം നിലയിൽ അഴിമതി നടത്തിയില്ല എന്നത് ശരിയായിരിക്കാം. എന്നാൽ മദ്യനയത്തിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടെന്നും ആ അഴിമതിയിലൂടെ കിട്ടിയ പണം ആം ആദ്മി പാർട്ടി ഗോവയിലെ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചു എന്നതും വ്യക്തമാണ്. അഴിമതി നടത്തി കിട്ടിയ പണം താൻ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്നത് ന്യായമല്ലല്ലോ. അഴിമതി നടത്തിയോ എന്നുള്ളതാണ് വിഷയം. ഇനി ഇതിനു സമാനമായ അവസ്ഥയാണ് കേരളത്തെയും കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിനെതിരെയുള്ള മാസപ്പടി കേസിന്റെ അന്വേഷണം SFIO നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇടപെട്ട് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. അതെങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ കഴിയും? അനാഥാലയങ്ങൾ ഉൾപ്പെടെയുള്ള 12 സ്ഥാപനങ്ങളിൽ നിന്ന് വീണയുടെ എക്സാലോജിക് IT സൊല്യൂഷൻ എന്ന കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള KSIDCയുടെ ബന്ധവും പകൽ പോലെ വ്യക്തമാണ്. അതായത് തൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം തൻ്റെ മകളുടെ സ്വകാര്യ കമ്പനിയുമായി പണമിടപാട് നടത്തി എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുമ്പോൾ അതിൽ അഴിമതി ഇല്ല എന്ന് ആർക്ക് എങ്ങനെ പറയാൻ കഴിയും? അതും എക്സാലോജിക് എന്ത് സേവനം നൽകിയിട്ടാണ് ഈ പണം മാസം തോറും കൈപ്പറ്റിയിരുന്നത് എന്നത് വ്യക്തമാക്കാൻ ഇതുവരെ വീണയ്ക്കോ പണം കൊടുത്ത സ്ഥാപനങ്ങൾക്കോ കഴിഞ്ഞിട്ടുമില്ല. പലതവണ ED അന്വേഷണമൊക്കെ നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ രാഷ്ട്രീയ നാടകമായി മാത്രമേ എല്ലാവരും കരുതിയിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 3 കൊല്ലങ്ങളായി ED ഈ കേസിന്റെ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. കണക്കുകളെല്ലാം അവരുടെ കൈവശമുണ്ട് താനും. പിന്നെ എങ്ങനെയാണ് ഇത് BJPയുടെ രാഷ്ട്രീയ കളിയാണെന്ന് പറയാൻ കഴിയുന്നത്? പിണറായി വിജയന്റെ കുടുംബത്തെക്കുറിച്ചും അയാൾ പാർട്ടിയിൽ വന്നതിനു ശേഷവും പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷവും പിന്നീട് മുഖ്യമന്ത്രിയായതിനു ശേഷവുമുള്ള സാമ്പത്തിക വളർച്ച എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു മുഖ്യമന്ത്രിയുടെ വരുമാനത്തിൽ നിന്നോ പാർട്ടി സെക്രട്ടറിയുടെ വരുമാനത്തിൽ നിന്നോ സമ്പാദിച്ചതാണോ എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. എന്തിനാണ് ബംഗളൂരുവിലെ എക്സാലോജിക് പൂട്ടിയത്? ആരൊക്കെയായിരുന്നു ആ സ്ഥാപനത്തിലെ ജീവനക്കാർ? എന്തിനാണ് പിണറായി വിജയനൊപ്പവും തനിച്ചും വീണ അടിക്കടി വിദേശയാത്രകൾ നടത്തിയത്? ഇതിൻ്റെ എല്ലാം ഉത്തരം വേണ്ടേ? BJPക്ക് വീണു കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണിത്. അടിക്കാനുള്ള വടി പിണറായി വിജയനും മകളും തന്നെ വെട്ടി എണ്ണയിട്ട് മിനുക്കി കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാൻ ഇനി പിണറായിക്ക് കഴിയില്ല. കാരണം CPM നേതാക്കൾക്ക് പോലും ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയുന്നില്ല. മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർ വിയർക്കുകയാണ്. അവർക്ക് ഉത്തരമില്ല. ജനങ്ങളും മടുത്തിരിക്കുന്നു. കഴിഞ്ഞ 8 കൊല്ലത്തെ പിണറായി വിജയന്റെ ഭരണം ക്ഷേമ പെൻഷനും വിധവാ പെൻഷനും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, നവകേരള സർക്കിട്ടിനിടയിൽ നടത്തിയ ധൂർത്തുകളും പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതുമെല്ലാം വലിയ അവമതിപ്പാണ് പാർട്ടിക്കുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ BJPക്ക് അനുകൂലമായ സാഹചര്യമാണ്. തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അരവിന്ദ് കെജ്രിവാളിനുണ്ടായിരുന്നു. എന്നാൽ സകല തെളിവുകളും ശേഖരിച്ച ശേഷമാണ് കെജ്രിവാളിനെ പൊക്കി അകത്തിട്ടത്. ന്യായീകരിക്കാൻ പല കാരണങ്ങളും കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും പറയാം. പക്ഷേ കോടതി വിധിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. വ്യക്തമായ തെളിവുകളില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നിഷേധിച്ചത്? കെജ്രിവാളിനുണ്ടായിരുന്ന അതേ ആത്മവിശ്വാസമായിരുന്നു കെജ്രിവാൾ അറസ്റ്റിലാകുന്നതുവരെ പിണറായി വിജയനും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പൊതുവെ വെറുക്കപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് പിണറായി വിജയൻ. പഴയതുപോലെ നേതാക്കളും ഇയാളെ ന്യായീകരിക്കുന്നില്ല. മാത്രമല്ല, പരോക്ഷമായി CPM നേതാക്കൾക്ക് പോലും പിണറായിയോട് എതിർപ്പാണ്. ഇത് BJPക്ക് അനുകൂലമായ സാഹചര്യമാണ്. പിണറായി വിജയനെതിരെ പല അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടാകാതിരുന്നത് കേന്ദ്ര സർക്കാരിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും പിണറായിയുടെ ദുർഭരണം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ചിന്ത. ഈ ഒരവസരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം കാര്യക്ഷമമാക്കുകയും പിണറായിയെയോ മകളെയോ അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് വലിയ ഗുണം ചെയ്യും. ഇത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം ഇപ്പോൾ അന്വേഷണം വേഗത്തിലാക്കിയിരിക്കുന്നതും. കേരളത്തിലെ സാമ്പത്തികാവസ്ഥ തന്നെ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. ഓരോ മാസവും കേന്ദ്രം കനിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയാണ്.
എന്നിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന ന്യായീകരണം കേന്ദ്രം അർഹതപ്പെട്ടത് തരുന്നില്ല എന്നാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് ഗീർവാണം അടിക്കുന്നതും കേന്ദ്രത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് സ്പഷ്ടം. പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾ പോലും വിശ്വസിക്കില്ല. ഭീഷണിപ്പെടുത്തിയും വിരട്ടിയുമൊക്കെ പിണറായി വിജയൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തുന്ന ഗീർവാണ സദസ്സുകളിൽ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഒക്കെ കൂട്ടും. മനസ്സില്ലാ മനസ്സോടെ അവർ വന്നിരുന്ന് പിണറായിയുടെ പ്രസംഗം കേൾക്കും. ഇത് പിണറായിയുടെ PR വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേജ്രിവാളിനെ ജയിലിൽ സുരക്ഷിതമാക്കിയ സ്ഥിതിക്ക് ഇനി അടുത്ത ഊഴം പിണറായിയുടേതാണ് എന്നത് ഏറെക്കുറെ ഉറപ്പായി. കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഗവർണറുടെ മുന്നിലുണ്ട് താനും. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന് അനുകൂല ഘടകങ്ങളാണ്. അടുത്ത മാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുമെന്നും സൂചനകളുണ്ട്. എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കാൻ? കേന്ദ്രം കനിയണ്ടേ? ഇപ്പോൾ തന്നെ ജീവനക്കാർ സർക്കാരിനെതിരാണ്. അപ്പോൾ കേന്ദ്രത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. ഏത് നിമിഷവും പിണറായി വിജയൻ എന്ന ഡാഡിയും വീണ എന്ന ഡോട്ടറും അകത്തു പോകാനുള്ള സാധ്യത ഏറി വരികയാണ്. അടുത്ത ഊഴം കേന്ദ്ര സർക്കാരിൻ്റെതാണ്. കാരണം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ പിന്നീട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ.